പൂനെയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പറക്കുന്ന ഒരു ഇൻഡിഗോ വിമാനത്തിലിരുന്ന് പുറത്തെ കാഴ്ചകൾ പകർത്തുകയാണ് ഞാൻ. പുലർക്കാലമാണ്. വിമാനത്തിലെ മിക്കവാറും സീറ്റുകളിൽ ആളുകളുണ്ട്. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞാൻ. 3 മണിയാവും മുൻപ് പൂനെയിലെത്തി. പിന്നെ 6 മണി വരെ പൂനെ എയർപോർട്ടിൽ കാത്തിരുന്നു. അവിടെ നിന്നും 6:15 പുറപ്പെട്ട വിമാനത്തിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. 8:30 റാഞ്ചിയിലെത്തും. ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ് റാഞ്ചി. നേർത്ത മൂടൽമഞ്ഞിലൂടെ താഴെയുള്ള ഗ്രാമങ്ങളും അവിടുത്തെ വീടുകളും വഴികളുമെല്ലാം കാണാം. മലനിരകളും കൃഷിയിടങ്ങളും. അകത്ത് പലരും മയക്കത്തിലാണ്. കുറെ നേരം കൂടി കഴിഞ്ഞതോടെ വിമാനം താഴ്ന്നു. റാഞ്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണെങ്കിലും റാഞ്ചിയുടെ ചുറ്റും കൃഷിയിടങ്ങളാണ്. നഗരം വന്ന് ഗ്രാമങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ലയിക്കുന്നു. വിശാലമായ വയലുകളൊക്കെ കാണാം. റാഞ്ചി ഒരു വമ്പൻ നഗരമൊന്നുമല്ല. കൃഷിയിടങ്ങൾക്ക് നടുവിലെ ഒരു ഇടത്തരം പട്ടണമെന്നു പറയാം. ചെറിയ മൂടൽമഞ്ഞുണ്ട്. അതിനാൽ കൃഷിയിടങ്ങളുടെ കാഴ്ച അത്ര ക്ലിയർ അല്ല. ചെറിയ നദികളും മറ്റും കാണാം. റാഞ്ചി പട്ടണത്തിന്റെ മുകളിലേക്ക് വിമാനമെത്തി. പല നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഒരു വലിയ നഗരത്തിൻ്റെതായ കാഴ്ചകളൊന്നുമില്ല. ഇവിടെയും ധാരാളം കൃഷിയിടങ്ങളുണ്ട്. അത് കടന്ന് എയർപോർട്ടിലെ റൺവേയുടെ മുകളിലേക്ക് വിമാനമെത്തി. റാഞ്ചിയിലെ ബിർസ മുണ്ട എയർപോർട്ടാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന ഒരു ആദിവാസി നേതാവായിരുന്നു ബിർസ മുണ്ട. മുണ്ട ഗോത്രത്തിന്റെ നേതാവ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികളെ സംഘടിപ്പിച്ച് സായുധ സമരം നടത്തിയ ബിർസ മുണ്ട ഒടുവിൽ പിടിയിലായി. ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹം അവിടെ കിടന്നാണ് മരിച്ചത്. ഇന്നും ജാർഖണ്ഡിന്റെ ആദരണീയനായ നേതാവാണ് അദ്ദേഹം. ഇതാണ് ബിർസ മുണ്ട എയർപോർട്ട്. 2013-ൽ നവീകരിച്ച എയർപോർട്ട്. 1945-ൽ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യ വിമാനത്താവളം പണിതത്. ടർക്കിഷ് കമ്പനിയുടേതാണ് ഈ കിടക്കുന്ന കോറൻഡോൺ വിമാനം. ഇൻഡിഗോ കമ്പനി പാട്ടത്തിനെടുത്തതാണ് അത്. വിമാനം നിശ്ചലമായി. എല്ലാവരും എണീറ്റു. ഓവർഹെഡ് ക്യാരിയറുകളിൽ നിന്ന് ലഗേജുകളൊക്കെ എടുത്തു. ഒഴിഞ്ഞ സീറ്റുകൾക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു. എയ്റോ ബ്രിഡ്ജിലൂടെ നീങ്ങുമ്പോഴും കോറൻഡോൺ വിമാനം കാണാം. നേരം ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 8:30-ക്കാണ് വിമാനം ലാൻഡ് ചെയ്തത്. വിമാനങ്ങളുടെ സമയത്തിൽ 80% കൃത്യത പുലർത്തുന്ന എയർലൈനാണ് ഇൻഡിഗോ. ഗോത്രവനിതകളുടെ ചിത്രമാണ് യാത്രക്കാരെ സ്വീകരിക്കുന്നത്. ജാർഖണ്ഡ് ഗോത്രവിഭാഗങ്ങളുടെ സംസ്ഥാനമാണല്ലോ. 3 സുപ്രധാന ഗോത്രങ്ങളും നിരവധി ഉപവിഭാഗങ്ങളുമുള്ള നാട്. ഇതാണ് എയർപോർട്ടിന്റെ അറൈവൽ ഏരിയ. ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് ആളുകൾ പുറത്തേക്ക് നടക്കുന്നു. ഇവിടെയും കല്യാൺ ജുവലറിയുടെ പരസ്യമുണ്ട്. മലയാളി സാന്നിധ്യത്തിന്റെ തെളിവ് പോലെ. ഇത് ഡോക്ടർ അജിത്. പത്രപ്രവർത്തകനും പഴയകാല ആക്ടിവിസ്റ്റുമെല്ലാമാണ് അജിത്. ഹോമിയോ ഡോക്ടറാണ്. ഗോത്രചികിത്സയും നടത്തുന്നുണ്ട്. ഇപ്പോൾ ആക്ടിവിസമെല്ലാം മാറ്റിവെച്ച് ചികിത്സകനായി കഴിയുന്നു. എന്റെ ഒരു സുഹൃത്താണ് ഡോക്ടർ അജിത്തിനെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഒരു ഇന്നോവ കാറുമായാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അറേഞ്ച് ചെയ്ത കാറാണ്. ഡ്രൈവറും ഞങ്ങളും സീറ്റിലേക്കു കയറി. എയർപോർട്ടിൽ നിന്നും യാത്ര തുടങ്ങി. നേരം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലെ പാറ്റ്ന എയർപോർട്ടിന്റെ പരിസരം പോലെയുണ്ട് ഇവിടെ റാഞ്ചി എയർപോർട്ടിന്റെ മുൻഭാഗവും. ഫെബ്രുവരിയിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇത് പ്രമോദ്. അടുത്ത 3-4 ദിവസം എന്നെ ജാർഖണ്ഡിന്റെ വിവിധ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുക പ്രമോദാണ്. എയർപോർട്ടിലെ സ്റ്റേറ്റ് ഹാങ്ങറാണ് ഇടതുവശത്ത്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക വിമാനങ്ങളും VVIP എയർക്രാഫ്റ്റുകളുമൊക്കെ വന്നെടുക്കുന്ന സ്ഥലം. രാവിലെ തന്നെ ഞങ്ങൾ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടേ എന്ന് ഡോക്ടർ അജിത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ മതി, ഷൂട്ടിംഗ് ആണ് പ്രധാനമെന്ന് ഞാൻ പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. അതുവരെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാമെന്നും പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എനിക്ക് വിശപ്പുമുണ്ട്. പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും പ്രാതൽ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ അജിത് സന്താൾ ഗോത്രക്കാരനാണ്. ഡ്രൈവർ പ്രമോദ് ആകട്ടെ ഗോത്രക്കാരനൊന്നുമല്ല.
ബീഹാറിയാണ്. വലിയ പൊലിമയൊന്നുമില്ലാത്ത പഴയ കെട്ടിടങ്ങൾ അതിരിട്ട് നിൽക്കുന്ന പാത. കെട്ടിടങ്ങളെല്ലാം ബോർഡുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരു ജംഗ്ഷനിലേക്കെത്തി. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. അവിടം പിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വഴിയോര മാർക്കറ്റിലേക്ക് എത്തുന്നു. ധാരാളം പുതപ്പ് കച്ചവടക്കാരുള്ള ഇടം. പൊട്ടാല മാർക്കറ്റ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഒരു മൈതാനത്ത് വളരെ കളർഫുള്ളായ കമ്പിളിപ്പുതപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. റഷ്യൻ ഹോസ്റ്റൽ മൈതാനമെന്ന വലിയൊരു മൈതാനത്തിന്റെ ഒരു ഭാഗത്താണ് പൊട്ടാല മാർക്കറ്റ്. ടിബറ്റൻ മാർക്കറ്റ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. തണുപ്പ് കാലത്ത് ഇവിടുത്തെ വലിയൊരു കച്ചവടമാണിത്. ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ബീഹാറിയാണ് ആൾ. ഡിസംബറിലാണ് ഇവിടെ ഈ കച്ചവടം തുടങ്ങുക. ഡിസംബർ മുതൽ മാർച്ച് വരെ ഇവർ ഇവിടെ ഉണ്ടാകും. സഞ്ജയ് നിരാല എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മുനിസിപ്പാലിറ്റിക്ക് തറ വാടക കൊടുക്കും. 4 മാസം കച്ചവടം നടത്തുകയും ചെയ്യും. സഞ്ജയിന് ഇങ്ങനെ ഏതാനും ജോലിക്കാരുമുണ്ട് ഇവിടെ. കൂട്ടിയിട്ടിരിക്കുന്ന പുതപ്പ് മടക്കി ഒതുക്കി അട്ടിയിട്ട് വെക്കുന്ന ജോലിയൊക്കെ ഇവരുടേതാണ്. 300 രൂപ മുതൽ മുകളിലേക്കാണ് പുതപ്പിന്റെ വില. രാജസ്ഥാനിൽ ജയ്പൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നാണ് കമ്പിളിപ്പുതപ്പ് കൂടുതലായും വിൽപ്പനയ്ക്കെത്തുന്നത്. അവിടെ നിന്നും ഞാൻ മുന്നോട്ട് നടത്തും. ഒരു പഴക്കച്ചവടക്കാരന്റെ ഉന്തുവണ്ടി. റോബസ്റ്റ പഴം പടലകളാക്കി കെട്ടിത്തൂക്കിയിരിക്കുന്നു. ആപ്പിളും ഓറഞ്ചുമെല്ലാമുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി വിളയുന്ന ഇടമാണ് ജാർഖണ്ഡ്. പ്രത്യേകിച്ചും റാഞ്ചിയുടെ പരിസരത്തെ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും. ഡൽഹി പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് വരെ ഇവിടെ നിന്നും പഴവും പച്ചക്കറിയുമെല്ലാം എത്തുന്നുണ്ട്. ധാരാളം കർഷകരും വലിയ കൃഷിയിടങ്ങളുമുള്ള നാടാണിത്. തട്ടുകടകളിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ലിട്ടി ചോക്കയാണ് വിഭവം. ബീഹാറിലും ജാർഖണ്ഡിലുമെല്ലാം ആളുകളുടെ ഒരു സാധാരണ ഭക്ഷണമാണ് ലിട്ടി ചോക്ക. ഗോതമ്പ് മാവ് ഉരുട്ടി സട്ടു എന്നിവർ വിളിക്കുന്ന ഒരു മിശ്രിതം അതിനകത്ത് വെച്ചാണ് ലിട്ടി ചോക്ക ചുട്ടെടുക്കുന്നത്. കടലപ്പൊടി വറുത്തതാണ് സട്ടു. അത് കടുകെണ്ണയും സ്പൈസസും ഒക്കെ ചേർത്ത് കുഴച്ചാണ് ഇതിനുള്ളിൽ വെക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഇതിനകത്ത് സട്ടു ഉള്ളതായി അറിയില്ല. ലിട്ടി ചോക്കയ്ക്ക് നല്ല രുചി നൽകുന്നത് അകത്തുള്ള സട്ടുവാണ്. അതിന്റെ കൂടെ ഒരു സവാള കഷ്ണം കൂടി കൊടുക്കും ചില കടകളിൽ. ലിട്ടി ചോക്കയാണ് ഇവിടെ തെരുവോര കടകളിലെല്ലാം പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് വിഭവം. പച്ചമുളക് വറുത്ത് ഉപ്പു പുരട്ടി വെച്ചിട്ടുണ്ട്. അതും സവാളയും ചേർത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വളരെ ലളിതമാണ്. നമ്മുടേതുപോലെ അപ്പം, ദോശ, പുട്ട് എന്നിങ്ങനെ ധാരാളം വിഭവങ്ങളൊന്നും ഇവിടങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റിനില്ല. കടക്കാരൻ ലിട്ടി ചോക്ക ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഗോതമ്പ് മാവ് ആദ്യം ഒന്നുരുട്ടും. പിന്നെ അതിലൊരു കുഴിയുണ്ടാക്കി സട്ടു വെക്കും. വീണ്ടും ഉരുട്ടി ചെറുതായി ഒന്ന് പരത്തി കനലിൽ ചുട്ടെടുക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഭോജ്പൂരി മേഖലയിൽ പൗരാണിക കാലം മുതലുള്ള ഭക്ഷണമാണ് ലിട്ടി ചോക്ക. 2017 ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ലിട്ടി ചോക്ക ആയിരുന്നു. നേരം രാവിലെ 9 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. വേറെയും കടകൾ സജീവമായി കഴിഞ്ഞു. ഇതൊരു ജ്യൂസ് കച്ചവടക്കാരനാണ്. ഓർഡർ അനുസരിച്ച് ജ്യൂസ് അടിച്ചു കൊടുക്കും. വഴിയോരത്താണ് ഉത്തരേന്ത്യയിൽ ഏറ്റവും അധികം കച്ചവടം നടക്കുന്നതെന്ന് തോന്നും. വലിയ കടകളിലേതിനേക്കാൾ തിരക്ക് എപ്പോഴും വഴിയോരത്തെ ചെറുകടകൾക്ക് ചുറ്റുമുണ്ടാവും. ഇവിടെയുള്ളത് ചെറിയൊരു ഉന്തുവണ്ടിക്കടയാണ്. അതിനു ചുറ്റുമായി 30ഓളം ആളുകളെങ്കിലും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സാധാരണ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നടക്കുന്ന കച്ചവടം ഈ ചെറിയ ഉന്തുവണ്ടിക്കടയിൽ നടക്കുന്നു. ഇതാണ് ചോക്ക എന്ന് പറയുന്നത്. ചെറിയൊരു ചാറുകറിയാണത്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും വേവിക്കാത്ത സവാളയും പച്ചമുളകും ഉപ്പുമാണ് ചോക്കയിലെ ചേരുവകൾ. ഭാര്യ വിളമ്പുന്നു. ഭർത്താവ് ലിട്ടി ഉണ്ടാക്കുന്നു. നല്ല വേഗത്തിൽ ലിട്ടി ഇങ്ങനെ ചുട്ടുകൂട്ടുന്നതാണ് ഭർത്താവിന്റെ ജോലി. കനലിന് മീതെ അത് തിരിച്ചും മറിച്ചും വെച്ചുകൊണ്ടിരിക്കണം. ആവശ്യാനുസരണം ലിട്ടിയും സവാളയും മുളകുമൊക്കെ ഭാര്യ ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുന്നു. ഇവിടെ നടക്കുന്ന കച്ചവടം എത്രയുണ്ടെന്ന് കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
ഭർത്താവ് ലിട്ടി ഉരുട്ടി ഉരുട്ടി കനലിന് മീതെ വെക്കുന്നു. ഗോതമ്പുണ്ട എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ കട. ചാറുകറി ഒരു തവിയിൽ കോരിക്കൊണ്ട് നടന്ന് ഭാര്യ ആവശ്യാനുസരണം വിളമ്പിക്കൊടുക്കുന്നു. ആ ചാറിൽ മുക്കിയാണ് ലിട്ടി കഴിക്കുക. കനലിൽ മേലിരുന്ന് ഉണങ്ങിയ ഗോതമ്പുണ്ടയാണല്ലോ അത്. അതൊന്ന് വാങ്ങിക്കഴിച്ചാലോ എന്ന് ഞാൻ ആദ്യമൊന്ന് ആലോചിച്ചു. പിന്നെ ഇത്ര രാവിലെ ഇത് കഴിക്കാൻ താല്പര്യം തോന്നിയില്ല. കച്ചവടം തകൃതിയായി നടക്കുന്നു. ഇത്തരം പല കടകളിൽ നിന്നും 200 പേർ വരെ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ കച്ചവടം ഇവിടെ നടക്കും. നമ്മുടെ നാട്ടിലെ പല പ്രമുഖ റെസ്റ്റോറന്റുകളിലും ഇല്ലാത്തത്ര കച്ചവടം ആ ഉന്തുവണ്ടിക്കടയിലുണ്ട്. വീണ്ടും നടന്നു. പുതപ്പ് കച്ചവടക്കാർ എവിടെയുമുണ്ട്. പുതപ്പ് മാത്രമല്ല, തലയിണ, ഷോൾ, സ്വെറ്റർ എന്നിവയെല്ലാം ഇവർ വിൽക്കുന്നു. തണുപ്പ് കാലത്ത് നല്ല കച്ചവടമുള്ള ഉൽപ്പന്നങ്ങളാണിത്. തണുപ്പ് കാലമാവുന്നതോടെ ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പട്ടണങ്ങളിലെല്ലാം ധാരാളം പുതപ്പ് കച്ചവടക്കാരെത്തും. 4 മാസത്തെ കച്ചവടമാണത്. നല്ല ചന്തമുള്ള, സുഖമുള്ള പുതപ്പാണ്. പക്ഷേ വഴിയരികിൽ വെച്ച് വിൽക്കുന്നതുകൊണ്ട് ഇതിലെല്ലാം പൊടിയുണ്ടാവും. ഇന്നലെ പുതപ്പ് വാങ്ങാൻ വന്നവർ എടുത്തു നോക്കി വിടർത്തിയിട്ട പുതപ്പുകൾ ഇങ്ങനെ മടക്കി ഒതുക്കി വെക്കുന്നതാണ് രാവിലെ ഇവരുടെ ജോലി. മടക്കുന്നതിനൊക്കെ ഒരു താളമുണ്ട്. ഇവർ പതിവായി ചെയ്യുന്ന പണിയാണല്ലോ ഇത്. ഒന്ന് കൊട്ടിക്കുടഞ്ഞ് 3-4 ആയി മടക്കി അടുക്കി വെക്കുന്നു. നല്ല കനമുള്ള പുതപ്പുകളാണ്. തണുപ്പിനെ അതിജീവിക്കാൻ പറ്റിയ നല്ല പുതപ്പ്. കിങ് സൈസ് കട്ടിലിന് പറ്റുന്ന വലിയ പുതപ്പുകളാണ് കൂടുതലും. ഇവിടെയൊന്നും ഈ പുതപ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. രാജസ്ഥാൻ തന്നെയാണ് പ്രധാന ഉൽപാദന കേന്ദ്രം. പിന്നെ ധരംശാലയിലെ ടിബറ്റൻ വംശജർ നെയ്തെടുക്കുന്നവയുമുണ്ട്. മുൻപ് ടിബറ്റൻ നെയ്ത്തുകാർ നേരിട്ട് പുതപ്പും സ്വെറ്ററുമൊക്കെ ഇവിടെ കച്ചവടം ചെയ്തിരുന്നു. അങ്ങനെയാണ് പൊട്ടാല മാർക്കറ്റ് എന്ന പേര് ലഭിച്ചത്. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി 100 കണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഞങ്ങൾ കാറിൽ കയറി അവിടെ നിന്നും യാത്ര തുടർന്നു. HEC ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ധുർവ എന്ന പ്രദേശമാണിത്. ഈ പാത അറിയപ്പെടുന്നതും ധുർവ റോഡ് എന്ന് തന്നെ. HEC അഥവാ ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ജാർഖണ്ഡിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും നിരവധി ഫാക്ടറികളും ജീവനക്കാരുടെ താമസയിടങ്ങളും പ്ലേ ഗ്രൗണ്ടുകളുമെല്ലാം ഈ ഭാഗത്തുണ്ട്. ധാരാളം വൻകിട വ്യവസായശാലകളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഖനന മേഖലയ്ക്കും സ്റ്റീൽ ഇൻഡസ്ട്രിക്കും റെയിൽവേക്കും പവർ സെക്ടറിലും പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകൾക്കുമെല്ലാമുള്ള വമ്പൻ യന്ത്രസാമഗ്രികൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമാണ് HEC. ഈ പ്രദേശത്തു തന്നെ പല മിനിസ്ട്രികളും ഭരണകാര്യാലയങ്ങളും പ്രവർത്തിക്കുന്നുമുണ്ട്. HEC ആണ് റാഞ്ചിയിൽ ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്ന്. 3000-ഓളം ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതിൽ 500 ഓഫീസർമാരും 25 സൂപ്പർവൈസർമാരും 1500 കോൺട്രാക്ട് വർക്കേഴ്സും ഉൾപ്പെടുന്നു.
ജീവനക്കാരുടെ കോളനികൾ മുതൽ അവർക്കു വേണ്ടിയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ധുർവയിലുണ്ട്. ഹെവി മെഷീനുകളുടെ നിർമ്മാണത്തിനും ഹെവി മെഷീൻ ടൂൾസിന്റെ നിർമ്മാണത്തിനുമായി 2 കൂറ്റൻ പ്ലാന്റുകളാണ് ഇവിടെ HECയുടേതായി പ്രവർത്തിക്കുന്നത്. വഴിയോര കാഴ്ചകൾ അത്ര പൊലിമയുള്ളതല്ല. നല്ല തണുപ്പുണ്ട്, മൂടൽ മഞ്ഞുമുണ്ട്. ഞങ്ങൾ ഇനി പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. ജാർഖണ്ഡിലെ തന്നെ ഏറ്റവും പ്രമുഖമായൊരു ക്ഷേത്രമാണത്. 32 പട്ടികവർഗ വിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതിൽ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്: സന്താൾ, ഉറാവോ, മുണ്ട എന്നീ ട്രൈബുകൾ. ക്ഷേത്രനഗരത്തിലേക്ക് എത്തുകയാണെന്ന സൂചന നൽകി വഴിയോര കച്ചവടക്കാർ. നേരെ മുന്നിൽ അകലെ ഒരു ഗോപുരം കാണാം. ഇവിടുത്തെ ജഗന്നാഥ ക്ഷേത്രമാണത്. അവിടെ നിന്നുമാകട്ടെ ജാർഖണ്ഡിലെ സഞ്ചാരം ആരംഭിക്കുന്നതെന്ന് തീരുമാനിച്ചു. തീർത്ഥാടകരെക്കാൾ കൂടുതലായി റാഞ്ചിയിലും പരിസരങ്ങളിലുമുള്ള ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പടിക്കെട്ട്. പുതപ്പും മറ്റുമായി ആളുകൾ വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള തേങ്ങയും പൂക്കളും നെയ്വിളക്കുമെല്ലാം വിൽക്കുന്നവരാണിവർ. പൂജാദ്രവ്യങ്ങളാണ് ഇതെല്ലാം. നീളമുള്ള പൂമാലകൾ. അതെല്ലാം ചെറിയ കുട്ടകളിലും താലങ്ങളിലും ഭക്തർ വാങ്ങിക്കൊണ്ടുപോയി ക്ഷേത്രനടയിൽ സമർപ്പിക്കും. ഇവിടെ ചെരിപ്പഴിച്ചിട്ട് പോകുന്നവരുമുണ്ട്. പ്രസാദമായി നൽകാനുള്ള ലഡുവിന്റെ വിൽപ്പനയുമുണ്ട് ഇവിടെ. ദിവസത്തിൽ 3 നേരം ക്ഷേത്രത്തിൽ വിവിധതരം ഭക്ഷണം നേദിക്കുന്ന പതിവുണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ലഡു. സ്ത്രീകളും കുട്ടികളുമൊക്കെയായി ആളുകൾ കുടുംബസമേതം ക്ഷേത്രത്തിൽ വരുന്നു. മുള കൊണ്ട് മെടഞ്ഞ ചെറിയ താലത്തിൽ തേങ്ങ, പൂക്കൾ, ലഡു, ഒരു നെയ്വിളക്ക് എന്നിവയൊക്കെ വെച്ച് ചെറിയൊരു പട്ടുതുണി കൊണ്ട് മൂടുന്നു. ചെറിയൊരു മൺചെരാതാണ് നെയ്വിളക്ക്. താലത്തിൽ ഒരു പാക്കറ്റ് ചന്ദനത്തിരി കൂടി വെച്ച് ഓരോരുത്തർക്കും നൽകുന്നു. ഇങ്ങനെയുള്ള 100 കണക്കിന് താലങ്ങൾ ഇവിടെ ഓരോ ദിവസവും വിൽക്കുന്നുണ്ട്. ഇതുമായാണ് മിക്കവരും ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ഇങ്ങനെ ചില കഥാപാത്രങ്ങളുമുണ്ട് ഇവിടെ. അയാൾ എന്നെ വിളിച്ചു. ആൾ 2 മൂർഖൻ പാമ്പുമായാണ് രാവിലെ വന്നിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് പാമ്പിനെ കളിപ്പിച്ചാണ് ഇയാളുടെ ഉപജീവനം. പാമ്പുകൾ കുട്ടയിൽ നിന്നിറങ്ങി രാവിലെ തന്നെ തങ്ങളുടെ ജോലി ആരംഭിച്ചിരിക്കുന്നു. കരിമൂർഖനും വെളുത്ത മൂർഖനുമുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ ക്ഷേത്ര നഗരങ്ങളിലുണ്ട്. പാമ്പാട്ടി കുറച്ചുനേരം എനിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. ഭഗവാന്റെ പാമ്പാണെന്നും ഇവയുടെ അനുഗ്രഹം കിട്ടുമെന്നുമെല്ലാമാണ് പറയുന്നത്. അതിനുവേണ്ടി ദക്ഷിണ നൽകണമെന്നും. ഞാനൊരു 50 രൂപ അവന് നൽകി. ഇക്കാണുന്ന താഴ്വാരമെല്ലാം HECയുടേതാണെന്ന് ഡോക്ടർ അജിത് പറഞ്ഞു. അവരുടെ പല ഫാക്ടറികളുണ്ട് അവിടെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെവി എഞ്ചിനീയറിംഗ് കോംപ്ലക്സുകളിലൊന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1958-ൽ 7200 ഏക്കർ ഭൂമിയാണ് ഗവൺമെന്റ് ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് കൈമാറിയത്. അതിൽ നല്ലൊരു ഭാഗം സ്ഥലവും വെറുതെ കിടക്കുകയാണ്. പലതും കൃഷിയിടം പോലെയാണ് കാണുന്നത്. അങ്ങേ അറ്റത്തൊക്കെ ആയിരിക്കണം ഫാക്ടറി. ഒരു വലിയ പാറക്കെട്ടിന് മുകളിലാണ് ക്ഷേത്രം. ഞങ്ങൾ അവിടേക്ക് നടന്നു. കുന്നിന്റെ പല ഭാഗത്തുകൂടി ക്ഷേത്രത്തിലേക്ക് പടവുകളുണ്ട്. വണ്ടി ഏറ്റവും അടുത്ത് പാർക്ക് ചെയ്യാവുന്ന ഒരിടത്തിട്ട് അവിടുത്തെ പടിക്കെട്ടുകളിലൂടെയാണ് ഞങ്ങൾ കയറുന്നത്. പടിക്കെട്ടിന്റെ ഇരുവശത്തുമായി നിരവധി ഭിക്ഷാടകരുണ്ട്. രോഗികളുമുണ്ടിതിൽ, കുഷ്ഠരോഗികൾ വരെ. കുട്ടികളുമൊത്ത് ഭിക്ഷയ്ക്കിരിക്കുന്നു ചിലർ. ഇന്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വലിയൊരു കാഴ്ച തന്നെയാണിത്. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തു നിന്നും കുറെ പടവുകൾ താണ്ടി ഞങ്ങൾ മുകളിലേക്കെത്തി. ഇവിടെ എത്തുമ്പോഴും ഭിക്ഷാടകരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ആളുകൾ ഇവർക്ക് പണമല്ല നൽകുന്നത്, അരിയാണ്. നാണയത്തൊട്ടുകൾ കൊടുക്കുന്നുണ്ട്. എങ്കിലും പാത്രവുമായി ഇരിക്കുന്നവർക്ക് കൂടുതലും നൽകുക അരിയും അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളുമാണ്. 10 രൂപ കിട്ടിയേ മതിയാകൂ എന്ന നിർബന്ധമൊന്നുമില്ല. കിട്ടുന്നതെന്തും ഇവർ സ്വീകരിക്കുന്നുണ്ട്. വീണ്ടും കയറിയെത്തുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന പടിക്കെട്ടിന് മുന്നിലേക്കാണ്. ഈ പടികൾ കയറി വലിയ വാതിൽ കടന്നാൽ എത്തുക ക്ഷേത്രമുറ്റത്തേക്കാണ്. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം. കലിംഗ വാസ്തുശില്പ രീതിയിൽ പണിത ക്ഷേത്രം.
17-ാം നൂറ്റാണ്ടിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. അക്കാലത്ത് ബർഖഗഡ് ജഗന്നാഥ്പൂർ എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന അനിനാഥ് ഷാഹ് ദിയോ എന്ന രാജാവാണ് ക്ഷേത്രം പണിതത്. ജഗന്നാഥനാണ് പ്രധാന പ്രതിഷ്ഠ. 1691 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. അതേ വർഷം തന്നെ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ക്ഷേത്രം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രമുറ്റത്ത് ഇവിടെ ഇങ്ങനെയൊരു ഹോമകുണ്ഡമുണ്ട്. പുലർച്ചെ പുരോഹിതർ ഹോമം നടത്തുന്ന ഇടമാണ്. അതിൽ ആളുകൾ ചന്ദനത്തിരിയും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിച്ച് വണങ്ങുന്നു. അതുകൂടാതെ പുറത്തു തന്നെ പല പൂജകൾ നടക്കുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നടത്തുന്ന പൂജകളും മറ്റുമാണ്. വാരണാസിയിലെ ഘട്ടുകളിൽ കാണുന്നതുപോലെ പല പല പൂജാരിമാർ പലയിടത്തിരുന്ന് പൂജകൾക്ക് നേതൃത്വം നൽകുന്നു. കാഠ്മണ്ഡുവിലെ ബാഗ്മതി നദിയുടെ തീരത്തും വാരണാസിയിലും ഉജ്ജയിനിലുമെല്ലാം ഇങ്ങനെ ചെറുസംഘങ്ങൾക്ക് വേണ്ടി പൂജാരിമാർ പൂജ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ക്ഷേത്രത്തിലെ ചടങ്ങിന്റെ ഭാഗമായുള്ള പൂജകളല്ല. ഭക്തർ പൂജാരിമാർക്ക് പണം കൊടുത്തു ചെയ്യുന്ന വ്യക്തിഗത പൂജകളാണ്. വിവാഹം, ജോലി, ആരോഗ്യപ്രശ്നം എന്നിവയുടെ പേരിൽ അഭീഷ്ടസിദ്ധിക്കായി ചെയ്യുന്ന സങ്കല്പ പൂജ, നാമാർച്ചന, ആശീർവാദ പൂജ, പരിഹാര പൂജ എന്നിവയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കുറെ പൂജാരിമാരുണ്ട്. അവർക്ക് ഭക്തരെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഏജന്റുമാരും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിനകത്തുകൂടി ഞാനിങ്ങനെ ചിത്രീകരിച്ചു നടന്നിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആരും വിലക്കാൻ വന്നതുമില്ല. ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് ഞാൻ വീണ്ടും മുൻഭാഗത്തേക്കെത്തി. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ക്യാമറയുമായി കയറുന്നത് ശരിയല്ലല്ലോ. അതിനാൽ തിരിച്ചിറങ്ങി. നല്ല ജനത്തിരക്കുണ്ട് രാവിലെ ക്ഷേത്ര പരിസരത്ത്. ക്ഷേത്രമതിലിന് പുറത്തേക്കിറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഒരു വലിയ മതിൽക്കെട്ടിനകത്താണ് ക്ഷേത്രം. പുറത്ത് നടപ്പന്തലിന്റെയോ മറ്റോ നിർമ്മാണവും നടക്കുന്നുണ്ട്. ആ ക്ഷേത്ര പരിസരത്തുകൂടി ഞാൻ സഞ്ചാരം തുടർന്നു.